അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റഡി ലീവ് എന്നല്ല, സാറ്റർഡേ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പഠിക്കണ്ടേ. ട്യൂഷൻ രാവിലെ 10 മണിക്കാണ്. എൻ്റെ ഹോംവർക്കൊക്കെ തീർക്കാനുണ്ട്. അപ്പം നമുക്ക് മാത്സ് ആദ്യം എടുക്കാം. മാത്സ് ആദ്യമല്ല, സബ്ജക്റ്റ് 2 എണ്ണം തീർന്നു. ആനുവൽ എക്സാം. ഇനിയും GK അല്ല, ഇനിയും വരാൻ പോകുന്നത് സയൻസ് ഒന്നും പഠിക്കാൻ തന്നിട്ടില്ല. ഇന്ന് GKയും മാത്സും പഠിക്കാൻ തന്നിട്ടുണ്ട്. അപ്പം അത് പഠിക്കാൻ പ്ലീസ്. ജോമെട്രി ബോക്സ് ഒക്കെ വരയ്ക്കുന്നതിനാണ് പഠിക്കാൻ പറഞ്ഞത്. നമുക്ക് പ്രൊട്രാക്ടറാണ് വേണ്ടത്. മാത്സ് ആദ്യം പഠിക്കാം ഗൈസ്. ആംഗിൾസ് ആണ് എനിക്ക് പഠിക്കാനുള്ളത് ഗൈസ്. ആർക്കെങ്കിലും ഉണ്ടോ എൻ്റെ ചാപ്റ്റർ കമൻറ്റ് ചെയ്യണേ ഗൈസ്. എൻ്റെ ഈ ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ മാത്സിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പം സെം 2-ലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. നമുക്കെല്ലാം നമ്മളെങ്ങനെയാണ് മാത്സിൻ്റെ എനിക്ക് 2 ബുക്കുണ്ട്. കൺഫ്യൂഷനാണ്. അപ്പം നമുക്ക് ആദ്യം സെം 2 ആണല്ലോ, അപ്പം അതിൻ്റെ എടുക്കാം. നമുക്ക് വരയ്ക്കാനുള്ളത് എടുക്കാം. ആദ്യം വരയ്ക്കാൻ ഇത്തിരി കൂടി ഇത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ട് തീർക്കുന്നു. ട്യൂഷൻ ബുക്ക് എഴുതി പഠിക്കാം. പെന്നെടുക്കാം. പെന്ന് തന്നെ വേണം നമുക്ക്. അല്ല, പെന്ന് വേണ്ടല്ലോ, പെൻസിലല്ലേ വേണ്ട. എന്താണോ എന്തോ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഇട്ടൊക്കെ വെക്കാം. ക്വസ്റ്റ്യനൊക്കെ ഇട്ട് വെക്കാം. ഒരു മിനിറ്റ്. ആംഗിൾസ് ഒക്കെ വേണ്ട. ആംഗിൾസ് വരച്ച ഇവിടെ പോയി. അയ്യോ, അച്ഛനെ കണ്ടു. എനിക്കൊന്നും ഭയങ്കര മനസ്സിലാവും. ഭാവിയിലാണോ എത്തിക്കുന്നത്? ഇതിലുണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയി. അല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുക. നമുക്കാദ്യം ഈ 2 എണ്ണം വരച്ച് തുടങ്ങാം. അല്ലേ, വേണ്ട, 4 എണ്ണം വരച്ച് വെക്കാം. സമയം കളയണ്ടല്ലോ. 60 വരയ്ക്കാം. ഓക്കെ ഗൈസ്, നമുക്കപ്പം ബുക്ക് എന്തിലേലും വെച്ച് പേന ഉണ്ടല്ലോ, പേന വെച്ച് അടയ്ക്കാം. ഓക്കെ, അടച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊട്രാക്ടർ ആൻഡ് പെൻസിൽ. അപ്പം നമുക്ക് ആദ്യം 30 ഡിഗ്രി വരയ്ക്കാം. കറക്റ്റ് ലൈൻ ആവണം. ഏതായാലും നമുക്ക് തന്നിരിക്കുന്നത് 30 ആണ്. 30 നോക്കാം. ആൻസർ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആൻസർ നമ്മൾ സ്കെയിലിട്ട് വരച്ചാൽ കറക്റ്റ് ആകും. സ്കെയിൽ മീൻസ് നമ്മുടെ പ്രൊട്രാക്ടർ.
ഗൈസ് കറക്റ്റാണ്, 30 കറക്റ്റാണ്. ആണോ എന്നറിയില്ല. നമുക്ക് ട്യൂഷൻ ടീച്ചറിൻ്റെ കൊടുക്കേണ്ടതാണ്. ടീച്ചർ ഇതൊക്കെ കറക്റ്റാണ് ടീച്ചറെ എന്നൊക്കെ ചോദിച്ചു. ചെന്നപാടെ ജിക്ക് ചോദിക്കും സമയം എത്രയായി? 10 മണിക്ക് പോകേണ്ടതാ. അപ്പോൾ 9 ആയി. 10 മണിക്കല്ല കേട്ടോ, 9:45 പോകണം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 135 ആണ്. ഇവിടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് വരാം. നമുക്ക് ചെക്ക് ചെയ്യാം. യെസ് ഗൈസ്, കറക്റ്റ്. നമ്മൾ 2 എണ്ണം കറക്റ്റാക്കി. ഇനിയും 2 എണ്ണം കൂടി കറക്റ്റാക്കാം. എനിക്ക് ഏകദേശം ഇതൊക്കെ അറിയാം. നമുക്ക് എന്തായാലും പഠിക്കണ്ടേ? അപ്പം നമുക്ക് പഠിക്കാം. എക്സാം ഏതായാലും അടുത്തു. ഓക്കെ ഗൈസ്, ഇതിൽ 60 ആണ് തന്നിരിക്കുന്നത്. 60 തന്നിരിക്കുന്നു. നമ്മൾ വരയ്ക്കുന്നു. എനിക്ക് അത്രയ്ക്കും കറക്റ്റായിട്ട് കാണുന്നില്ല അതിൽ. തെറ്റാ ഗൈസ്, റീഡ്രോ ചെയ്യണം. നമുക്ക് തെറ്റാ കാരണം അതിൻ്റെ കുത്തിൻ്റെ അവിടെ അല്ല വന്നത്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. കുടിച്ചു ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു തെറ്റാ. നമുക്ക് ഏതെങ്കിലും മായ്ക്കാം. നമുക്കിത് വർക്കാവുന്നില്ല. 6 ആദ്യം നമ്മുടെ ലൈൻ ശരിയാണെന്ന് നോക്കണം. ഇവിടെ ഒരു കുത്ത് പഠിച്ചു, കറക്റ്റാ വരച്ചു. സിമ്പിൾ. നമുക്കിനി 120 ആണ് വരയ്ക്കാനുള്ളത്. നമ്മൾ വരച്ചത് തെറ്റാണ് ഗൈസ്. ഇത് നമുക്ക് ശരിയാവുന്നില്ലല്ലോ.
ഇത് കറക്റ്റ്. ഇത് ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് കറക്റ്റാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ആംഗിൾസിൻ്റെ ഡ്രോ ചെയ്യാനുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞു. കേട്ടോ, ഇതല്ല കേട്ടോ, ഇത് ഹിന്ദി ആട്ടോ. കാണത്തില്ല ഗൈസ്, നിങ്ങൾ കണ്ടോ? 4 എണ്ണം എനിക്ക് ഒരെണ്ണം വരച്ചാലേ എനിക്ക് മതി പഠിക്കാം. പക്ഷെ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മുടെ സുപ്ലിമെൻറ്റ്, ഫൈൻഡ് കോംപ്ലിമെൻറ്റ്, സുപ്ലിമെൻറ്റ്സ്, അതൊക്കെ വേണം. ഫൈൻഡ് റിഫ്ലെക്സ് ആംഗിൾ ആണ് ആദ്യം പഠിക്കാനുള്ളത്, അല്ലേ? റിഫ്ലെക്സ് 360 - 120 അല്ല, 360 റിഫ്ലെക്സ് എന്ന് പറയുന്നത് 360. കോംപ്ലിമെൻറ്റ് 90, സുപ്ലിമെൻറ്റ് 180. റിഫ്ലെക്സ് ആംഗിൾ 360 ഡിഗ്രി. കോംപ്ലിമെൻ്ററി ആംഗിൾ 90, സുപ്ലിമെൻ്ററി ആംഗിൾ 180. ഓക്കെ, നമുക്കപ്പം അടുത്ത ഇത് പഠിച്ചു. നമ്മൾ ഇതോടെ ചാപ്റ്റർ കഴിഞ്ഞു. ഉണ്ട് ഗൈസ്, ഇത്ര ഉള്ള പരിപാടി. ഇതൊക്കെ സിമ്പിളാണ് നമുക്ക്, അല്ലേ ഗൈസ്? കേട്ടോ, ഞങ്ങളുടെ റിവിഷനൊക്കെ കഴിയാറായി എന്നല്ല, കഴിഞ്ഞു. അപ്പം നമ്മുടെ മാത്സ് കഴിഞ്ഞു. ഇനിയും GK പഠിക്കാം. സമയം എത്ര ഗൈസ്? 9:15. പൊളിയാ. നമുക്കിനി GK എടുക്കാം. GKയിൽ ടീച്ചർ മടക്കി വെച്ചത്. The committee called the Bureau of Indian Standards sets the rules. Caroline King is not a writer, but many writers write me syndicate that created the Nancy Drew. ശരിക്കും പറഞ്ഞാൽ ഇത് പഠിക്കണം, ഭയങ്കര ഈസിയാണ്. പക്ഷെ ബാക്കിലത്തെ ഈസിയാണ്. ഒന്നും അറിഞ്ഞൂടാ ഗൈസ്, മറന്നു പോയോന്നൊരു സംശയം. COVID-19, which stands for coronavirus disease 2019, is a contagious disease caused by a virus called severe acute respiratory syndrome, corona 2. SARS, severe acute respiratory syndrome. Okay, അല്ലേ? നമുക്ക് ഫാക്ട് ഫയലാണ് പഠിക്കാനുള്ളത് ഗൈസ്.
Ayurveda is an ancient branch of traditional Indian medicine that uses the healing powers of plants and herbs to cure diseases. Christmas trees are edible. Pine, spruces, and firs can be eaten, including the needles, the nuts, and the pine cones. Russia celebrates Christmas on 7th January every year because the Russian Orthodox Church still uses the Julian calendar. The virus is known to cause respiratory illness, and the symptoms include fever, cough, and shortness of breath. The virus is said to spread through direct contact with an infected person through droplets because of coughing and sneezing. People can also get infected by touching their eyes, nose, or mouth after having touched a surface contaminated by the virus. The initial outbreak of the virus was first reported in the The initial outbreak of the virus was first reported in the city of Wuhan, China in 2019. Due to the alarming rate of transmission, the outbreak was declared as a public health emergency by WHO on 13 January 2020. Means 2020. Vaccines are now available to help people immunize themselves against the virus. COVID-19, which stands for coronavirus disease 2019, is a contagious disease caused by a virus called severe acute respiratory syndrome coronavirus 2. COVID-19, which stands for coronavirus disease 2019, is a contagious disease caused by a virus called severe acute respiratory syndrome coronavirus 2 SARS-CoV-2. The virus is known to cause respiratory illness, and the symptoms include fever, coughs, and shortness of breath. The virus is said to spread through direct contact with infected person through droplets because of coughing and sneezing. People can also get infected by touching his eyes, nose, or mouth after having touched a surface contaminated by the virus. The initial outbreak of the virus was first reported in the city of Wuhan, China in 2019. So guys, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മള് പഠിച്ചു കഴിഞ്ഞു. ഇതിലൊരു പെൻസിൽ നോ പ്രോബ്ലംസ്. വേണ്ട കേസ്, നമുക്ക് ബോക്സിൽ തന്നെ വെക്കാം. ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്നു നമുക്ക് ഇനിയും ട്യൂഷൻ
ട്യൂഷൻ ബാഗിൻ്റെ അകത്തോട്ട് ഈ ബുക്കെല്ലാം വെക്കാം. ഞാൻ ഓൺലൈൻ ക്ലാസ് അല്ല കേട്ടോ, ഓഫ്ലൈന്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചു വെക്കുക. ബൈ.